നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഹെക്സഗണൽ പ്രിസം ഓഫ് ബേസ് എഡ്ജ് 30 mm. അപ്പോൾ ബേസ് എഡ്ജ് 30 mm, ഹൈറ്റ് 60 mm. One of its base edges on horizontal plane with its axis inclined at 30 degree to HP, 40 degree to V. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ എക്സ് ലൈൻ വരച്ചു. അപ്പോൾ ആദ്യം ഹെക്സഗണൽ പ്രിസം ആണ്. ഹെക്സഗണൽ പ്രിസം ബേസ് എഡ്ജ് ഓൺ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി രീതിയിൽ വേണം വരാൻ. ഇങ്ങനെ വേണം വരാൻ. നല്ല അടുത്ത സ്റ്റേജിൽ നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. ഇതൊരു പ്രിസമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഫ്രണ്ട് വ്യൂ വരച്ച് പേര് കൊടുക്കാം. എ ബി സി ഡി ഇ എഫ് അല്ലേ. അപ്പോൾ മുകളിലത്തേന് എ ബി സി ഡി ഇ എഫ് എന്ന് കൊടുത്തു. താഴത്തേത് A1 B1 C1 D1 E1 F1 എന്ന് പേര് കൊടുത്തു. ഇനി ഇവിടെ നോക്കാൻ നേരത്ത് നമുക്ക് എ കാണാൻ പറ്റും, A1 കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ബി കാണാൻ പറ്റും, B1 കാണാൻ പറ്റും, സി കാണാൻ പറ്റും, C1 കാണാൻ പറ്റും. പക്ഷെ D1 കാണാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ രണ്ടും ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. E1 കാണാൻ പറ്റില്ല, അതും ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. F1 കാണാൻ പറ്റില്ല, അതും നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അപ്പോൾ നെയിമിങ് കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത സ്റ്റേജിൽ ഈ ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മൾ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഈ സെയിം ഫിഗറിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ചരിക്കും. സെയിം ഫിഗർ ഇങ്ങോട്ടേക്ക് തയ്ച്ച് ലൈൻ വരച്ചു. ആ പേര് അങ്ങനെ തന്നെ കിടക്കണം. അപ്പോൾ ഇവിടെ സി ഡി അതുപോലെ ബി ഇ എ എഫ് F1 A1 B1 E1 C1 D1 അല്ലേ. ഇനി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഈ നെയിമിങ് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. എയിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടുത്തെ എയിൽ നിന്ന് വെർട്ടിക്കലായിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. അതുകൂടെ എ കിട്ടി. അങ്ങനെ എല്ലാ കറസ്പോണ്ടിങ് പോയിന്റ്സിൽ നിന്നൊക്കെ ഹൊറിസോണ്ടൽ ലൈൻസും വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക. ഇവിടെ നിന്ന് എല്ലാ വെർട്ടിക്കൽ ലൈൻസും വരയ്ക്കുക. കണ്ടില്ലേ. എന്നിട്ട് പേര് കൊടുക്കുക. എയും ഇത് എയും ഇത് എയും. ഇവിടെ ബി, ഇവിടെ സി, ഡി, ഡി ഇ അല്ല ഇ ഇവിടെ അല്ലേ. ഇവിടെ നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെ കിട്ടും, അതുപോലെ ഇവിടെയും കിട്ടും. ഇത് ജോയിൻ ചെയ്യാം. അല്ലേ. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കണം? 40 ഡിഗ്രി ടു വി പി ആണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ നേരെ തിരിച്ച് ഈ സെയിം ഫിഗറിനെ തന്നെ ഇങ്ങോട്ട് തിരിക്കുക, 40 ഡിഗ്രിയിലേക്ക് ആക്കുക. ഇവിടെ വരയ്ക്കുക ഈ സെയിം ഫിഗറിനെ. എന്നിട്ട് ഇവിടെ നിന്നും മുകളിലോട്ട് എടുക്കുക, കറസ്പോണ്ടിങ് പോയിന്റ്സ് മുകളിലോട്ട് എടുക്കുക, ഇവിടെ നിന്നും ലൈൻസ് വരയ്ക്കുക. അങ്ങനെ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ
പേരുകൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റ് ഫിഗർ ഇവിടെ കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് ചെയ്യാനുള്ളത്. ഇതേപോലെ തന്നെയാണ് സിലിണ്ടറും. സിലിണ്ടർ വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്റേഴ്സ് വരയ്ക്കണം. ജനറേറ്റേഴ്സ് പ്രോപ്പറായിട്ട് വലിച്ച് വരച്ചതിന് ശേഷം ഇതേപോലെ തന്നെ എന്താ ഒരു പറഞ്ഞേക്കുന്നത്, ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP ആൻഡ് 40 ഡിഗ്രി ടു VP എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 4 സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കും, XY ലൈൻ. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. സിലിണ്ടറിന് സൈഡ്സ് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്റേഴ്സ് വരയ്ക്കും. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കണം. എന്നിട്ട് ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ജനറേറ്റേഴ്സ് വരച്ചു അല്ലേ, ഫ്രണ്ട് വ്യൂ കിട്ടി. ഇതുപോലെ പേര് കൊടുക്കുക, ABCDEFGH കൊടുക്കുക. എയുടെ നേരെ താഴെ A1 B1 C1 D1 E1 F1 G1 H1 പേര് കൊടുക്കുന്നു. അത് തന്നെ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഫ്രണ്ട് വ്യൂവിലൊക്കെ ഡാഷാണ് കേട്ടോ, അത് മറക്കരുത്. ഞാനത് ഇടാൻ മറന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് വ്യൂ എല്ലാം ഡാഷാണ് കേട്ടോ, ടോപ്പ് വ്യൂ എല്ലാം അതേ പേര് തന്നെ. അപ്പോൾ അതുപോലെ ഇവിടെ പേര് കൊടുക്കുക, A1 B1 C1 D1 E1. F1 G1 H1 ഒന്നും കാണാൻ പറ്റില്ല. എന്നിട്ട് അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യണം? ഇംഗ്ലൈൻഡ് 30 ഡിഗ്രി ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ ഫിഗറിനെ 30 ഡിഗ്രി ഇംഗ്ലൈൻഡ് ആക്കുക. ഈ തന്നിരിക്കുന്ന ഈ ഫിഗറിനെ അങ്ങനെ തന്നെ ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ നിന്ന് നേരെ താഴോട്ട് ലെൻസ് വരയ്ക്കുക എല്ലാ പോയിന്റിൽ നിന്നും. അതുപോലെ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കിട്ടും അല്ലേ. അടുത്ത സ്റ്റേജിൽ ഈ ഫിഗറിനെ എത്ര ഡിഗ്രി ഇംഗ്ലൈൻഡ് ആക്കണം? 40 ഡിഗ്രി ടു ഇംഗ്ലൈൻഡ് ആക്കണം. അപ്പോൾ ഈ ഫിഗറിനെ ഇവിടെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് വെർട്ടിക്കൽ ലൈൻസ് മുകളിലോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻസ് മുകളിൽ വരയ്ക്കുക. ഇവിടെ ഫൈനൽ ഫിഗർ. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇന്ന് നാളെ സമയമുണ്ട്, നാളെ ഇരുന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ശരി എന്നാൽ.